ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹെയർ പാക്ക് വീഡിയോ ആണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് തലേദിവസത്തെ കഞ്ഞിവെള്ളം, പിന്നെ മുരിങ്ങയിലയുടെ പൗഡർ, പിന്നെ ഓറഞ്ച് ഡപ്പിൽ കാണുന്നത് നമ്മുടെ ഉലുവയുടെ പൗഡറാണ്. അപ്പോൾ ഉലുവയുടെ പൗഡറും നമ്മുടെ മുരിങ്ങയുടെ പൗഡറും ഞാനൊരു 2-3 ടീസ്പൂൺ വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ മുടിക്ക് കുറച്ച് നീട്ടുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ പാക്ക് വേണം എല്ലായിടത്ത് എത്താനായിട്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കട്ടയൊന്നും കെട്ടാതെ പയ്യെ അത് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പൗഡർ ഇട്ട് ആദ്യം കുറച്ച് വെള്ളത്തിൽ വേണം ഇളക്കി കൊടുക്കുക, കുറച്ച് കഞ്ഞിവെള്ളത്തിൽ ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് വെള്ളം വേണമെന്ന് തോന്നുവാണെങ്കിൽ പിന്നെ ആവശ്യത്തിന് ഒഴിച്ച് നന്നായിട്ടത് കട്ട കെട്ടാതെ ഇളക്കി നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് എടുക്കണം. പിന്നെ നമ്മൾക്ക് ഇതിന് പകരം ഫ്രഷ് മുരിങ്ങയുടെ ഇല കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എൻ്റെ വീട്ടിലുള്ള മുരിങ്ങ എന്ന് പറയുന്നത് ഇത്രയും ചെറിയൊരു കുഞ്ഞ് ചെടിയാണ്. അത് ഞാൻ കുരുനട്ട് വളർത്തിയെടുത്തേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൗഡർ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിൽ നമ്മൾ പാക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മുടിയിലെ കെട്ടുകളൊക്കെ വിടർത്തി ഞാൻ നന്നായിട്ട് തലയിൽ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഉലുവ നമ്മുടെ തലയോട്ടിയും തലമുടിയൊക്കെ നല്ല ഡ്രൈ ആക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് തലയിൽ പാക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ മുടി ചെറിയ ചെറിയ പോർഷൻസാക്കി എടുത്ത് തലയോട്ടിയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുടിയുടെ അറ്റം വരെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഈ മുരിങ്ങയില എന്ന് പറയണത് ഒത്തിരി വൈറ്റമിൻസും ഒമേഗ 3 ഫാറ്റി ആസിഡ്സൊക്കെ അടങ്ങിയേക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് നമ്മുടെ മുടീനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മുടി നല്ല ഷൈനിയും ഫ്രീ ആയിട്ട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്കാൽപ്പിൽ മാത്രമല്ല അത് മുടിയുടെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ മുടിയുടെ ഹെൽത്തിനും മുടി നന്നായിട്ട് വളരാനും അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ മുരിങ്ങയില. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ടുള്ള ഇല അരച്ച് അതിൻ്റെ ചാറെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും നമുക്ക്. പിന്നെ ഉലുവയുടെ ഗുണങ്ങൾ ഈ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ ഇവിടെ ഉലുവ അതെ നമുക്ക് ഫ്രഷ് ഉലുവ തലേ ദിവസം കുതിരിയിട്ട് അത് പിറ്റേ ദിവസം അരച്ചെടുക്കാം. എനിക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഉലുവയുടെ പൊടി എങ്ങാനും ചെറുതായിട്ട് തലയിലോ മുഖത്തേക്ക് ഇരുന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിയും. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പൗഡർ എടുത്തേക്കുന്നത്. പൗഡർ ആകുമ്പോൾ നമുക്ക് ആ പൊടികൾ കുറവായിരിക്കും, തലമുടിയുമ്പോൾ പറ്റി പിടിച്ചിരിക്കുന്ന പൊടികൾ കുറവായിരിക്കും. പിന്നെ പൗഡറാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം ആ കഞ്ഞിവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലോണം നല്ല കൂടുതൽ പ്രൊഡക്റ്റായിട്ട് വരും. അത് നമ്മൾ കലക്കി ഉടനെ തന്നെ തേക്കാതെ കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമുക്കെല്ലാവർക്കും കഞ്ഞിവെള്ളത്തിൻ്റെ ഉപയോഗങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ചെറുതായിട്ട് ചെറിയ ചെറിയ പോർഷൻസായിട്ട് എടുത്ത് മുടിയുടെ ഫ്രണ്ട് ഭാഗം ഫുള്ള് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുടിയുടെ പുറകുവശമാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ എപ്പോഴും പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരാൾ ഹെൽപ്പിനുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അത് എല്ലായിടത്തേക്കും എത്താനായിട്ട്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഈ ബാക്ക് സൈഡൊക്കെ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരാൾ ഹെൽപ്പിന് വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു നല്ല ഓപ്ഷനാണ് ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിക്കുന്നത്. എൻ്റെ വീട്ടിലാണെങ്കിൽ ചെറിയ പിള്ളേരാണുള്ളത്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആരും ചെയ്തു തരാനില്ല. അപ്പോൾ ഞാൻ എല്ലായിടത്തും ചെയ്തതിന് ശേഷം ബാക്കി കുറച്ചുള്ളത് മുടിയുടെ തുമ്പത്ത് ഒന്നുകൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ചുമ്മാ ബൺ കെട്ടി വയ്ക്കുക ചെയ്യുന്നത്. അത് അങ്ങനെ കെട്ടിവെച്ച് അങ്ങനെ തന്നെ ഇരുന്നോളും, കാരണം മുടി അങ്ങനെ സ്റ്റിക്കൊന്നും ആവത്തില്ല. അത് കഴിഞ്ഞൊരു 1 അവർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുടി കുളിച്ച് കഴിഞ്ഞിട്ടുള്ള സെക്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ലോറിയൽ പാരീസിൻ്റെ ഒരു ഹെയർ സെറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ.